ഒരു സഹോദരിയുടെ കുറിപ്പ്. പുറത്ത് എന്തോ ഭയങ്കര ശബ്ദം കേട്ടാണ് ഞെട്ടി ഉണർന്നത്. ശ്രദ്ധിച്ചപ്പോൾ അടുത്ത പള്ളിയിൽ നിന്നും ബാങ്ക് വിളിക്കുകയാണ്. പക്ഷേ പുലർച്ചക്കുള്ള ബാങ്കിന്റെ സമയമായിട്ടില്ലല്ലോ. മാത്രമല്ല കുറെ ആളുകൾ ഒന്നിച്ചാണ് ബാങ്ക് വിളിക്കുന്നത്. ഇടയ്ക്ക് വിളിച്ചു പറയുന്നത് കേട്ടു, ഉരുൾ പൊട്ടിയിട്ടുണ്ട്, എല്ലാവരും സുരക്ഷിത സ്ഥലത്തേക്ക് മാറണം. കേട്ടപാതി തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനെ വാരിയെടുത്ത് മറ്റുള്ളവരെയും വലിച്ചെഴുന്നേൽപ്പിച്ച് പുറത്തിറങ്ങി. അപ്പോഴേക്കും മുറ്റത്ത് വെള്ളം നിറഞ്ഞിരുന്നു. അപ്പോഴും പള്ളിയിൽ നിന്ന് കൂട്ടബാങ്ക് നിർത്തിയിട്ടില്ലായിരുന്നു. പുറത്തിറങ്ങിയ ഞാൻ ചുറ്റും നോക്കി. കൂരിരുട്ടാണ്. ഈ പൈതങ്ങളെയും കൊണ്ട് ഈ അസമയത്ത് ഞാൻ എവിടെ പോകും ദൈവേ? വീണ്ടും പള്ളിയിൽ നിന്നും അറിയിപ്പ്, ആരും പുറത്തു നിൽക്കരുത്, പള്ളിയിലേക്ക് പോന്നോളൂ. ആണുങ്ങൾ മാത്രം പോകാറുള്ള ആ പള്ളിയിലേക്ക് ഹിന്ദുവും ഒരു സ്ത്രീയുമായ എനിക്ക് ചെല്ലാൻ പറ്റുമോ? പേടിച്ച് തൊണ്ട വരണ്ടിരിക്കുമ്പോൾ പള്ളിയുടെ ഭാഗത്തുനിന്ന് ആരൊക്കെയോ ടോർച്ചുമായി ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, ചേച്ചി, ഈ കുട്ടികളെയും കൊണ്ട് ഇവിടെ നിൽക്കണ്ട, പള്ളിയിൽ പോരി. അപ്പോഴാണ് സന്തോഷം വരുമ്പോൾ കണ്ണീര് വരുന്നത് ഞാൻ ശരിക്കും അനുഭവിച്ചത്. ചെന്നപ്പോൾ ആ പരിസരത്തുള്ള നാനാജാതി മതക്കാരും അവിടെ ഉണ്ടായിരുന്നു. നേരം പുലർന്നു. പള്ളിയുടെ ജനവാതിലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഞങ്ങളുടെ വീടുകളുടെ മേൽക്കൂര മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. പള്ളിയിൽ ഫാനിന്റെ ഹുക്കിൽ പഴയ സാരി കൊണ്ട് കെട്ടിയ തൊട്ടിലിൽ മോളെ ആട്ടി ഉറക്കുമ്പോൾ ഒരു പഴയ സംഭവം ഓർമ്മ വരികയാണ്. എന്റെ ഭർത്താവിന്റെ അനിയൻ ഹരി ഒരു ദിവസം വീട്ടിൽ വന്നു. കൂടെ മൊയ്തീനുമുണ്ട്. ഒരു പേപ്പർ നീട്ടി എന്നോട് പറഞ്ഞു, ഏടത്തി, ഇതിലൊരു ഒപ്പിട്ട് തരണം. എന്താണെന്ന് ചോദിച്ചു. ഞാനത് വാങ്ങിയപ്പോഴേക്കും എന്റെ മോനത് വാങ്ങി വായിച്ചിട്ട് പറഞ്ഞു, അമ്മേ, ഇതിലൊപ്പിടണ്ട, മാമനും മൊയ്തീനിക്കാക്കും പ്രാന്താണ്. അത് പറഞ്ഞപ്പോൾ മൊയ്തീൻ പറഞ്ഞു, ഇങ്ങക്ക് ഒരു കുഴപ്പമുണ്ടാകൂല. ആ എഴുത്ത് ഞാനൊന്ന് വായിച്ചു നോക്കി. അത് കളക്ടർക്കുള്ള ഒരു പരാതിയായിരുന്നു. ആ പരാതിയിൽ ഇങ്ങനെയായിരുന്നു: സർ, ഞങ്ങളുടെ അടുത്ത പറമ്പിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടം ഒരു മുസ്ലിം പള്ളിയാണെന്നറിഞ്ഞു. നിർമ്മാണം പൂർത്തിയായാൽ അവിടെ ഉപയോഗിക്കുന്ന ഉച്ചഭാഷിണി ഞങ്ങളുടെ കുട്ടികളുടെ പഠനത്തിന് പ്രയാസം സൃഷ്ടിക്കുമെന്നതിനാൽ പ്രസ്തുത നിർമ്മാണം തടയണമെന്ന് അപേക്ഷിക്കുന്നു. ആ കടലാസ് അവിടെ കീറിയിട്ടിട്ട് ഞാൻ അവരോട് ചോദിച്ചു, കുടിക്കാൻ എന്തെങ്കിലും വേണം? നിങ്ങൾ അനുഭവിക്കുമെന്നും പറഞ്ഞ് അവർ പോയി. ആ വാക്ക് ശരിയായിരുന്നു. ഈ പള്ളിയിൽ എന്തൊരു പരിപാടി നടന്നാലും അതിലൊരു പങ്ക് എന്റെ മക്കളുടെ കൈകളിൽ എത്താതിരുന്നിട്ടില്ല. അത് ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇന്നിതാ ആ മിനാരത്തിലെ കോളാമ്പി ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. എന്നാലും ഞാൻ ആലോചിക്കുന്നത് അന്നത്തെ ആ സംഭവമാണ്. ഹരിയെ എല്ലാവർക്കും അറിയാം. അവനിപ്പോൾ ആ പഴയ ഹരിയല്ല. എന്നാൽ ഈ മൊയ്തീൻ എന്തിനാ? ഈ ലോകത്ത് ഏറ്റവും വലിയ പ്രശ്നം തെറ്റിദ്ധാരണയാണ്. ആരെങ്കിലും പറയുന്നത് കേട്ട് ഒന്നും വിശ്വസിച്ചു പോകരുത്. സത്യം അന്വേഷിച്ചു മനസ്സിലാക്കണം. കവളപ്പാറ ഉരുൾപൊട്ടലിൽ മരിച്ചുപോയവരുടെ പോസ്റ്റ്മോർട്ടം നടത്തിയത് ഒരു പള്ളിയിൽ വെച്ച്. ഈ അടുത്ത കാലം വയനാട് കുന്നമ്പറ്റയിൽ മരിച്ച സന്തോഷിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത് പള്ളിയിൽ. പാവപ്പെട്ട ഒരു അമുസ്ലിം പെൺകുട്ടിയുടെ വിവാഹം നടത്തിക്കൊടുത്തത് ചേരമാൻ പള്ളിയിൽ വെച്ച്. മഹാപ്രളയം ആളുകൾ ഉറങ്ങിയത് പള്ളിയിലും അമ്പലത്തിലും ചർച്ചിലും സ്കൂളിലും മദ്രസയിലും. ഇങ്ങനെ പള്ളികൾക്കും അമ്പലങ്ങൾക്കുമൊക്കെ ഒരുപാട് നന്മയുടെ കഥകൾ പറയാനുണ്ടാകും. നാം ഒരു അപകടത്തിൽപ്പെട്ടാൽ സഹായിക്കുന്നവർ ആരെന്നോ അവസാനം ഒരു തുള്ളി വെള്ളം തരുന്നവർ ആരെന്നോ പ്രവചിക്കാൻ കഴിയാത്തിടത്തോളം കാലം ഏതുതരം വർഗീയതക്കും ഒരു വിലയും പ്രസക്തിയുമില്ല.